ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു ഫേസ് കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഫേസ് ആകെ ഡള്ളായിട്ട് ടാനൊക്കെ അടിച്ച് നല്ല രീതിക്ക് വൃത്തികേടായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഒരു ഫേസ് സ്ക്രബാണ് ഇടുന്നത്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് കോഫി പൗഡർ, ഷുഗർ, അതേപോലെ തന്നെ അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ സൈഡിൽ എല്ലാം നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യുക. കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് നമ്മൾ സ്ക്രബ് ചെയ്യണേ. അപ്പോൾ എല്ലായിടത്തും നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യുക. പിന്നെ പിമ്പിൾസൊക്കെ ഉള്ളപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ട് ചെയ്യാണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യുക. ഞാനപ്പോൾ എൻ്റെ ഫേസിൽ എല്ലായിടത്തും നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട അധികം. ഞാനപ്പോൾ എല്ലായിടത്തും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലിപ്പിലും കൂടെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കുറച്ച്. കാരണം നമുക്ക് ലിപ്പ് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കൊരു 2 or 3 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. കാരണം അതിൽ കൂടുതൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത് ബാഡാണ്. അപ്പോൾ 2 or 3 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ എൻ്റെ ഫേസിലെ പിമ്പിൾസും അതേപോലെ തന്നെ പിമ്പിൾ മാർക്സൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി. അത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ പോൾസൊക്കെ ഓപ്പൺ ആവും. അതാണ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. ഞാൻ അതിന് ഒരു ഫേസ് പാക്കും കൂടെ ഇട്ടായിരുന്നു. ഞാൻ ഫേസ് പാക്കിൽ എടുത്തിരുന്നത് അരിപ്പൊടി, തേൻ, അതേപോലെ തന്നെ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കിയത്. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്, അല്ലാതെ വാട്ടറി ടെക്സ്ചറിലല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ എടുത്തേക്കുന്നത് ഒരു ക്രീമി ടെക്സ്ചറിലാണ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. പിമ്പിൾസ് ഉള്ളിടത്തും അതേപോലെ തന്നെ പിമ്പിൾ മാർക്സ് ഉള്ളിടത്തും മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ അരിപ്പൊടിയും അതേപോലെ തന്നെ തേനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി വൈറ്റനിങ്ങും അതേപോലെ തന്നെ ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ എനിക്കൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കൊരു ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണിത്. കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് നിൽക്കും നമ്മുടെ ഫേസ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്താൽ മാത്രം മതി, സ്ക്രബ് ചെയ്യരുത്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അപ്പോൾ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടുണ്ട് നല്ല രീതിക്ക്. ഇതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഞാൻ വാഷ് ചെയ്തപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി വൈറ്റനിങ് ആയി, അതേപോലെ തന്നെ ഗ്ലോ ആയി. അപ്പോൾ നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ഫേസ് പാക്കാണിത്.